22 വർഷത്തെ പരിചയവും 200-ലധികം എംപ്ലോയീസുമുള്ള ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ഉടമയായ ഡോക്ടർ ആന്റണി തരിയനെയാണ് ഇന്ന് സക്സസ് പാത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സക്സസ് പാത്തുമായി അമൃത മേഘ്ന ചേരുന്നു. കേരള വിഷൻ്റെ സക്സസ് പാത്തുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസിലാണ്. 1994 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും സക്സസ് റണ്ണിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഉടമയായ ഡോക്ടർ ആന്റണി തരയനെയാണ് ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. കാണാം. നമസ്കാരം സർ. നമസ്കാരം. കേരള വിഷൻ ഞാൻ സാറിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സക്സസ് പാത്ത് എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ ഒരു നമ്മുടെ ഒരു കൂടിക്കാഴ്ച പോലെ. ഓക്കെ, താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ പറ്റി, സാറിന്റെ ഈ ഒരു യാത്രയെ പറ്റിയിട്ട്. അതായത് നമ്മൾ 2024 നിൽക്കുകയാണ് ഇപ്പം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 94 1994. അപ്പൊ ഒരു ലോങ് ജേർണി തന്നെ നമുക്ക്. അപ്പൊ അതിന്റെ ഒരു വിവരണം തന്നെ ആവാം. ഓക്കെ. ആദ്യമായി കേരള വിഷന് താങ്ക്സ് ഫോർ കമ്മിങ് ഓവർ ഹിയർ ടു ഇന്റർവ്യൂ മീ ആൻഡ് ടു പ്രസന്റ് മൈ സക്സസ് സ്റ്റോറി ആൻഡ് ഓൾ. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഞാൻ 1984 എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി, FICT ജോലി കിട്ടിയെങ്കിലും അന്ന് വീട്ടിൽ എല്ലാവരും ബാങ്കിൽ പോകാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ വിത്ത് മാക്സിമം സാലറി, ഫ്ലെക്സിബിലിറ്റി അങ്ങനെ കണ്ടുകൊണ്ട് ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ജോയിൻ ചെയ്തത്. അത് സ്മിത്ത് ക്ലൈൻ ബീച്ചാം എന്ന് പറയുന്നൊരു അമേരിക്കൻ കമ്പനിയുടെ ആയിരുന്നത്. അതിൽ ജോയിൻ ചെയ്തു. 10 വർഷത്തോളം സ്മിത്ത് ക്ലൈൻ ബീച്ചാമിൽ ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തു. 94 ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ എന്ന് പറയുന്നത് സ്ലിപ്പിംഗ് ആയിരുന്നു. ആക്ച്വലി ഞാൻ സ്മിത്ത് ക്ലൈൻ ബീച്ചാം ഒരു വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ആ കാലഘട്ടത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഡോക്ടേഴ്സോ പ്രൊഫഷണോ ജനമോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് തന്നെ ആർക്കും അത്ര അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ ഹെപ്പറ്റൈറ്റിസ് ബി ഡോക്ടേഴ്സിനകത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഫ്രം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് സർഫസ് ആൻറ്റിജൻ ഈസ് ഐസൊലേറ്റഡ് ഇൻസൈറ്റ് ഇൻടു ഈ സെൽ മൾട്ടിപ്ലൈഡ് പ്യൂരിഫൈഡ് ആൻഡ് പ്രോസസ് ഇൻടു NGRX B എന്ന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഡോസ് ഷെഡ്യൂളെല്ലാം പറഞ്ഞ് ഡോക്ടേഴ്സിനെ കൺവിൻസ് ചെയ്ത്. ബിക്കോസ് ഡോക്ടേഴ്സാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഏറ്റവും കൂടുതൽ പ്രോൺ ആവുന്നത്. വരുന്ന ഗൈനക് കേസ് ആയാലും സർജറി കേസ് ആയാലും ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരെ ഇവർ സർജറി ചെയ്യും, ഗൈനക് കേസ് എടുക്കും. പക്ഷെ അവർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പം 1-2 കേസ് ആ സമയത്ത് ഡോക്ടേഴ്സ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വന്നിട്ട് മരിച്ചു. ട്രിവാൻഡ്രത്ത് ഒരു PG ഡോക്ടറും പിന്നെ വേറെ എവിടെയോ ഒരു ഡെന്റൽ ഡോക്ടറും മരിച്ചു. അപ്പോഴാണ് ഡോക്ടേഴ്സിന് കുറേ അവയർനെസ് വന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും ഈ വാക്സിന് കുറച്ച് ഡിമാൻഡായി. അപ്പോൾ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ തന്നെ നല്ല സർവീസ് കൊടുത്തു. അത് നന്നായിട്ട് ക്ലിക്കായി അന്ന് എന്ന് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോ ഞാനതിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് മുന്നോട്ട് പോയോ. അന്ന് ഒരു കമ്പനിക്കും ഞങ്ങളുടെ ടാർഗറ്റിനും യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തുകൊണ്ടിട്ട് സ്വന്തമായിട്ട് എടുത്ത് ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ കമ്പനി ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 94 ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഞാൻ അന്ന് ചെറുതായിട്ടൊരു ട്രസ്റ്റ് ഫാർമ എന്ന് പറഞ്ഞ് തുടങ്ങി. അത് എല്ലാ വാക്സിൻസും അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ആദ്യമായിട്ടാണ് എക്സ്ക്ലൂസീവ് വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ഫാർമ തുടങ്ങിയത്. അത് നല്ല സക്സസ് ആയി. ബിക്കോസ് ഞാൻ പ്രത്യേക കോൾഡ് ചെയിൻ മെയിൻ്റെനൻസ് അങ്ങനെ നല്ല ഭംഗിയായിട്ടത് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്നത്. ഒരു കാർഗോ മാരുതി വാൻ റെഫ്രിജറേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വാക്സിൻസ് ടെമ്പറേച്ചർ 2 to 8 ഡിഗ്രി കീപ്പ് ചെയ്തുകൊണ്ട് എറണാകുളം ജില്ലയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ഡെലിവറി. ആ ഐഡിയ എനിക്ക് കിട്ടിയ വെച്ചാൽ അന്ന് ഗോശ്രീ പാലത്തിലൂടെ ഞാൻ ഒരു ദിവസം പോയ സമയത്ത് ഒരു ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കറണ്ട് കണക്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ പതുക്കെ ഒന്ന് ഇറങ്ങി ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ലെയറിൻ്റെ ഉള്ളിൽ ഐസ് ബാഗ്സ് ഇട്ടിട്ട് ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഇടയാറ് ഒരു കമ്പനി പോയി, AC ഫ്രിഡ്ജൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഷിൽട്ടൺ കമ്പനിയിൽ പോയി അവിടുത്തെ എഞ്ചിനീയറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളത് ഉണ്ടാക്കി.
ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 2 ലെയറിൻ്റെ കൂളൻസ് ഇട്ടിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ കറണ്ടിൽ കുത്തും, അത് തണുക്കും. പിറ്റേ ദിവസം നമുക്ക് വാക്സിൻസ് ഡെലിവറി ചെയ്യുന്നതിന് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും. അതിൻ്റെ ഇനോഗ്രേഷൻ അന്നത്തെ ലീഡിങ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ വേണുഗോപാലിനെ കൊണ്ട് ഞാനത് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിച്ചു. എറണാകുളത്ത് വലിയൊരു ഫംഗ്ഷനായിട്ട്. ദാറ്റ് വാസ് എ വെരി ബിഗ് ടേണിംഗ് പോയിന്റ് ബിക്കോസ് മെനി ഓഫ് ദ കമ്പനി ഫ്രം ഔട്ട്സൈഡ് കേരള ഇത് വളരെ കാര്യമായിട്ട് ഇതിനെ കണ്ടു. അങ്ങനെ എനിക്ക് ഡൽഹിയിൽ നിന്നൊക്കെ ഫോൺ കോൾ വന്നു, നല്ലൊരു ഐഡിയ ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദാറ്റ് വാസ് വെരി സക്സസ്. അങ്ങനെ ഞങ്ങൾ വാക്സിൻ മാത്രം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയില്ല വാക്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എന്നത് മാറും എന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 സിക്കായിട്ടുള്ള ഫേം വാങ്ങിച്ചിട്ട് ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് എത്തിക്കൽ കമ്പനീസ് ലൈക്ക് സൺ, സിപ്ല, ഗ്ലാക്സോ അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോഴേക്ക് കിട്ടി. അത് നമ്മൾ നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുത്ത് മാർക്കറ്റ് പെട്ടെന്ന് ക്ലിക്കായി. മാർക്കറ്റിൽ ഞങ്ങളുടെ ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് സ്പീഡ് സപ്ലൈ എന്നുള്ള ഒരു പേര് വന്നു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് പിടിച്ചു. അത് ഏത് വർഷമായിരുന്നു? അത് 98-ലാണ്. ആക്ച്വലി സർ അലോപ്പതിയും ഹോമിയോയും ചെയ്യുന്നുണ്ട്. Actually, we are manufacturing homeopathic medicines also. Okay. We are manufacturing homeopathic medicines. അതൊരു സ്റ്റോറിയാണ്. ബിക്കോസ് ഇതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഈ ഓൾ ദിസ് പീരീഡ് ആക്ച്വലി ഐ വാസ് സ്റ്റാർട്ടഡ് മൈ ബിസിനസ് വിത്ത് നിൽ ക്യാപിറ്റൽ. ആരും വിശ്വസിക്കില്ല. ബിക്കോസ് ബാങ്കൊക്കെ ഇന്ന് ചെന്ന് ചോദിക്കുമ്പോൾ ക്യാപിറ്റലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ തുടങ്ങിയത് നിൽ ക്യാപിറ്റലിലാണ് തുടങ്ങിയത്. പിന്നെ അതെന്തോ അങ്ങനെ കമ്പനി ഒന്ന് ഹെൽപ്പ് ചെയ്തു, പിന്നെ ഞങ്ങൾക്കത് ഡെവലപ്പ് ചെയ്തു, പിന്നെ ബാങ്ക് ഇങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഐ ആം ഹാവിംഗ് മോർ ദാൻ 120 എംപ്ലോയീസ് അറ്റ് കറന്റ്ലി. പിന്നെ അതുപോലെ കറന്റ്ലി ഐ ആം ഹാവിംഗ് മോർ ദാൻ 120 എംപ്ലോയീസ് ആൻഡ് ദേ ആർ വെൽ പ്രൊട്ടക്റ്റഡ് വിത്ത് gratuity, product fund, DS, etc. and all. And those who were started with me are still with me. അതെൻ്റെ വേറെ 26-27 വർഷമായിട്ടുള്ള സ്റ്റാഫ്. അന്ന് ആരൊക്കെ ഉണ്ടോ അന്ന് ഇന്നും അവരുണ്ട്. ആരെങ്കിലും റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഉള്ളൂ. അതും എനിക്കൊരു പ്രൗഡാണ്. ബിക്കോസ് അവരെല്ലാവരും എൻ്റെ കൂടെ ടീം വർക്ക് പോലെ ആ കുട്ടികളൊക്കെ 98-ലും 96-ലും ഉള്ളവരൊക്കെ അവരെന്നാ 20-30-18 വയസ്സുള്ളവരൊക്കെയാണ് അവരന്ന് എൻ്റെ കൂടെ വന്ന് ഇന്നും അവരെൻ്റെ കൂടെ ഉണ്ട്. അത് എനിക്കൊരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ 25th ആനിവേഴ്സറിക്ക് ഞാൻ അവർക്ക് നന്നായിട്ട് അവർ റെക്കഗ്നൈസ് ചെയ്തു. I gave them gold sovereign coins and all. It was a very good function, and function was inaugurated by Minister of Industries, Mr. Rajiv. Still നമ്മൾ 27 years അല്ലേ? ഇപ്പൊ 27 years. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കാരണം 24-ൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു ടൈമാണ്. 98 എന്ന് പറയുന്നത് വളരെ നമ്മൾ സ്ട്രഗ്ലിംഗ് ടൈം, അതായത് നമുക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരു ടൈമാണ്. ആ ഒരു ഡിഫറൻസ് ആണ് സർ. അതായത് അന്നത്തെ ഒരു ടൈമിൽ സർ സ്ട്രഗിൾ ചെയ്ത് ഒരു സക്സസ് ലെവലിൽ എത്തിച്ച് ഇന്നും സക്സസ് പോകുന്ന ഒരു കമ്പനിയാണിത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് ഈ 2 തലമുറകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെ വരുന്നു? ഇപ്പോൾ സാറിന്റെ മകൻ ഇതിലുണ്ട്. അപ്പൊ സാറിന് അത് തീർച്ചയായിട്ടും നേരിട്ട് തന്നെ കണ്ടറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഡിഫറൻസ് എന്താണ്? 98-ലും ഇന്നും സ്ട്രഗ്ലിംഗ് 2 സമയത്തും ഉണ്ട്. 98-ല് ഇപ്പൊ 24-ലെ സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത് കുറെ നമുക്ക് ടെക്നോളജിക്കലി കുറെ നമ്മൾ ഇമ്പ്രൂവ് ആയി. അപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യത്തിനാണെങ്കിൽ ഫിംഗർ ടിപ്പിലെല്ലാം കിട്ടും. അന്ന് അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മാനുവലായിട്ട് കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടേണ്ട വന്നിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെങ്കിലും മറ്റുള്ള ചലഞ്ചസ് ഇപ്പോഴും മാർക്കറ്റിൽ നന്നായിട്ടുണ്ട്. അതിനകത്ത് രണ്ട് രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ചലഞ്ചസ് ഇന്ന് നന്നായിട്ടുണ്ട്. ആ ചലഞ്ചസ് നമ്മൾ ശരിക്കും സ്പോർട്ടീവ് സ്പിരിറ്റിൽ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അത് തന്നെ എൻ്റെ മകനും കണ്ടുപഠിക്കുന്നതും അവരോടും നമ്മൾ പറഞ്ഞത് തന്നെ ചലഞ്ചസ് ഉണ്ട്. അത് നമ്മൾ സ്പോർട്ടീവ് സ്പിരിറ്റിൽ കാണണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പം ഹൈജീനൊക്കെ അപ്പം നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ മെഡിസിൻ ഉണ്ടാക്കി നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തുമാത്രം ഹൈജീനിക്, നമ്മൾ എത്രത്തോളം അത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 2 സെക്ഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ഞങ്ങൾ ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റ് മേജർ കമ്പനികളായ സണ്ണ്, ഗ്ലാസ്, സിപ്ല അങ്ങനെയുള്ള കമ്പനികളുടെ മരുന്നുകൾ ഞങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നു. അത് കമ്പനിയുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ. അത് ഞങ്ങളിവിടെ എയർ കണ്ടീഷൻഡ് ഗോഡൌൺ കൂടിയാണ് ഞങ്ങളുടെ. അത്രയോടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കോൾഡ് റൂം വാക്സിൻസ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള 2 കോൾഡ് റൂമാണ് സപ്പോർട്ടഡ് ബൈ ജനറേറ്റർ. അപ്പൊ അതെല്ലാം ഞങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മാനുഫാക്ചറിങ് യൂണിറ്റിലാണെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കെമിസ്റ്റ് 2 പേരുണ്ട്.
അതിന്റെ റോ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നിടത്ത് തന്നെ നല്ല ഹൈജീൻ കണ്ടീഷൻസിലാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് വെറുതെയോ. നമ്മുടെ മാർക്കറ്റിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല കൊടുക്കണമെങ്കിൽ ഒരിക്കലും അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പല വിധത്തിലുള്ള എന്താ പറയാ കമന്റ്സുകൾ ചില നെഗറ്റീവ്. എന്നോട് ഒരാൾ ചോദിച്ചാൽ എന്റെ സ്പിരിറ്റില് അല്ല സാനിറ്റൈസറിൽ നിങ്ങൾ സ്പിരിറ്റ് കുറച്ചോ എന്നാലും വില കുറയ്ക്കാൻ പറഞ്ഞു. അത് നടപടിയാവില്ല. ഓക്കെ. അതുപോലെ സാർ, നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സാനിറ്റൈസേഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ അതായത് കിട്ടാതെ പോയൊരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെ നമ്മൾ എന്തുമാത്രം ആളിലേക്ക് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത്? ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സാനിറ്റൈസർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് ഉള്ളത് മാത്രമേ ഞങ്ങൾ കൊടുത്തു. പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾക്കന്ന് ഹോമിയോപ്പതിയിൽ ഒരു ആർസനിക് ആൽബം ഉണ്ടായിരുന്നു. ആർസനിക് ആൽബവും നല്ലൊരു ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. മീൻസ് അതെ, ഹോമിയോപ്പതിക് മെഡിസിൻ ആണ് ആർസനിക് ആൽബം എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു പോപ്പുലർ ആയ ഒരു മെഡിസിൻ ആയിരുന്നു. അത് നന്നായിട്ട് കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡ് ടെസ്റ്റ് കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കിറ്റ് ആക്ച്വലി ഞാൻ പറയും റിസ്ക് എടുക്കുന്ന പറയുന്നത് ഈ ആൾ നോക്കുമ്പോ നല്ല രീതിയിൽ പോകുന്നു, നല്ല പ്രൊഫൈലൊക്കെയാണ്. പക്ഷെ അതിന്റെ പുറകെ വലിയൊരു റിസ്ക് ഉണ്ട്. ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. ഈ കോവിഡ് ടെസ്റ്റ് കിറ്റ് പൂനെ ബേസ്ഡ് മൈലാബ് എന്ന് പറയുന്ന കമ്പനി ലോഞ്ച് ചെയ്തു. ഈ ലോഞ്ച് ചെയ്തിട്ട് അവര് വിചാരിച്ചത് ഭയങ്കര ഹിറ്റാവും ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം കേരളത്തില് ഇതിനെപ്പറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അന്വേഷിച്ചപ്പോൾ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ 2 ട്രക്ക് ലോഡ് കിട്ടണമെന്ന് അവർ പറഞ്ഞത്. 2 ട്രക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ 75 lakhs ആണ്. നമ്മുടെ നാടാണ്, പ്രത്യേകിച്ച് കേരള. ഈ സാധനം ഇവിടെ ഇറങ്ങി വരുമ്പോഴായിരിക്കും അതിന്റെ വില കുറയ്ക്കുന്നത്. നിങ്ങൾ ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി വരും. അപ്പൊ ആരും എടുക്കാൻ തയ്യാറില്ല. അങ്ങനെ ഇന്ന് ആദ്യം കമ്പനി ഡിമാൻഡ് വെച്ചു 2 ട്രക്ക്. അവസാനം കമ്പനി എന്നോടൊരു ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് അല്ല, എന്നോട് റിക്വസ്റ്റ് വെച്ചു. ഞങ്ങൾ വെബ്സൈറ്റിൽ ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ പേരിട്ടോട്ടെ, ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസിനെ പറ്റി നല്ലൊരു പ്രൊഫൈൽ ഉണ്ട്, ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് ഫാർമ, അതുപോലെ ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ട്രസ്റ്റ് ഹെർബോ മിനറൽസ്, പിന്നെ ജിയോപോൾ. അതിൽ ഏറ്റവും വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയൊരു പേരാണ് ആപ്പിൾ ബോക്സ് മീഡിയ. അതെന്താ? അതെന്റെ മകന്റെ വീഡിയോ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അവൻ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നു. മീഡിയ ടെക്നോളജി ആണ് പഠിച്ചത്. അപ്പൊ അതിൽ അവൻ എക്സ്പെർട്ടാണ്. അവനത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളുടെ എന്തെങ്കിലും ഒരു ഷൂട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനകത്തൊരു ഫിലിം ഉണ്ട്. ഞാൻ 2014 എടുത്തൊരു ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ട്രസ്റ്റിന്റെ ഹെർബോ മിനറൽസിന്റെ 2014 എടുത്തതാണ്. അത് അരുൺ എടുത്തതാ, മകൻ എടുത്തതാ. അത് ശരിക്കും കണ്ടറിയാം. നല്ലൊരു നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ അത് അന്ന് എടുത്തതാണ്. ഇപ്പൊ ഈ എന്നെ പറഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ ട്രസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലാതെ എന്താണ് ബയോ മിനറൽസ് എന്ന് പറഞ്ഞിട്ട്? അത് ട്രസ്റ്റ് ഹെർബോ മിനറൽസ് എന്നാണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹോമിയോപ്പതി. ഓക്കെ. നമ്മൾ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. സാറിന്റെ ഫാമിലി എങ്ങനെയാണ്? ഫാമിലിയെ പറ്റി എന്താണ്? ഫാമിലി വൈഫ് ഷീബ, 2 മക്കള് അരുൺ ആൻഡ് തരിയൻ. അരുൺ മാരേജ് ചെയ്തിരിക്കുന്നത് നീനു. ഷീ ഈസ് എംടെക് ആൻഡ് ഷീ ഈസ് വർക്കിംഗ് വിത്ത് വൈറ്റ് ഹാറ്റ്. ആൻഡ് സെക്കൻഡ് ഡോട്ടർ-ഇൻ-ലോ ഈസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർസെൽഫ്. അതാണ് ഫാമിലി. മൂത്ത ആള് ഡിജിറ്റൽ വീഡിയോ ചെയ്യുന്നു. 2ാമത്തെ ആള് എൻ്റെ കൂടെ ബിസിനസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. വൈഫും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ തന്നെ. അപ്പൊ ഒരു വൈഫിന്റെയും മകന്റെ എല്ലാം സപ്പോർട്ടോടുകൂടിയാണ്. സപ്പോർട്ട് തന്നെ വേണം. സപ്പോർട്ട് ഉണ്ട്, അവരുടെ സപ്പോർട്ട് ഉണ്ട്, അവര് നന്നായിട്ട് സപ്പോർട്ട് ഉണ്ട്. അന്ന് ഒരു 2008-2009 നടന്ന ഒരു ബൂമിങ് ടൈം ആയിരുന്നു. പല ചെയിൻ മാർക്കറ്റും കേരളത്തിലേക്ക് വരുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അന്ന് ആരും ചെയ്യാത്തൊരു ജോലി ചെയ്തേ. ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഇന്റീരിയർ ഡിസൈനിങ് മാത്രം 1.5 ലക്ഷം രൂപ കൊടുത്തു. ബാംഗ്ലൂർ പോയി ചെയ്തേ. ഇന്റീരിയർ ഡിസൈനിങ്, അതിന്റെ വർക്കല്ല, ഉള്ള ഇന്റീരിയർ ഡിസൈനിങ്. ഒരു 400-500 സ്ക്വയർ ഫീറ്റുള്ള മെഡിക്കൽ ഷോപ്പിന്റെ ഇന്റീരിയർ ഡിസൈനിങ് എന്റെ വീടന്ന് ഡിസൈൻ ചെയ്ത് ഒരു 25,000 രൂപയുള്ളൂ. ഇത് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ ബാംഗ്ലൂർ പോയി ചെയ്ത്. പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു.
ആദ്യമായിട്ടൊരു ഫുള്ളി AC ഒരു മോഡൽ മെഡിക്കൽ ഷോപ്പ് തുടങ്ങി. അത് നല്ല സക്സസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് കയറി 2020 ഞങ്ങൾ ട്രസ്റ്റ് ഫാർമ എന്ന് പറഞ്ഞിട്ട് കോവിഡ് സമയത്ത് ഞങ്ങൾ അലോപ്പത്തിക് മാനുഫാക്ചറിങ് തുടങ്ങി. പിന്നെ 2022 ജിയോപോൾ എന്ന് പറഞ്ഞ് വേറെ സ്ഥാപനം ഏറ്റെടുത്ത് അങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുണ്ടായില്ല. ഈ ഒരു ടൈമിലൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ ഒറ്റക്കുള്ള ഒരു യാത്ര, ഫൈറ്റിങ്ങിന്റെ ഇടയിൽ നമ്മൾ തന്നെ എല്ലാം സപ്പോർട്ടിങ് എന്ന് പറയാനായിട്ട് ഫാമിലി സപ്പോർട്ട് ഓഫ് കോഴ്സ് അവരുണ്ടാവുമല്ലോ. അതല്ലാതെ നമ്മൾ സപ്പോർട്ടിങ് എന്ന് പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ സ്വന്തം സ്ട്രഗ്ലിംഗ് അല്ലെങ്കിൽ സ്വന്തം ഫൈറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഈ ഒരു സ്വന്തം ഫൈറ്റ് തന്നെ അങ്ങനെ സപ്പോർട്ടിങ് എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അല്ല. പിന്നെ നമ്മുടെ പ്രൊഫൈലൊക്കെ നല്ല കാരണം ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽസ് ഒക്കെ നല്ല കാരണം ബാങ്ക് പൈസ തന്നെ അത് അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് അല്ലെങ്കിൽ ബാങ്ക് പൈസ തരുമല്ലോ. അപ്പൊ ബാങ്കും ഇപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് ഇറങ്ങിയില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ പോകാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗ്ലിംഗിലും ഫൈറ്റിംഗിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ ഒന്നല്ല, ഇതിലും കുറച്ചുകൂടി ബെറ്റർ അത് ആവണമല്ലോ. കാരണം ഗ്രാഫ് നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു വർഷവും അപ്ഡേറ്റഡ് ആണ്, ഓരോന്നിലേക്ക് അപ്ഡേറ്റഡ് ആയി വന്നതാണ്. അപ്പൊ ഇനിയുള്ള വർഷവും അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ കാണുന്നത് തന്നെയാണ്. കാരണം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സുകൾ ഞങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. പൈസ സ്പെൻഡ് ചെയ്ത് തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് റെപ്രസെന്റേഷൻ വെച്ചിട്ട്. അപ്പൊ അത് സക്സസ് ആവും, കോൺഫിഡൻസ് ഉണ്ട്, സക്സസ് ആവും. അപ്പം സാറിന്റെ ഒരുപാട് വിശേഷങ്ങൾ സാർ പറഞ്ഞു. ഇപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സാറിൻ്റെ ഒരു ഗ്രാഫ് അനുസരിച്ച് നമ്മൾ എപ്പോഴും ഹൈ ലെവലിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സാറിൻ്റെ വിഷൻ, അതായത് ഈ ഒരു കമ്പനിയുടെ നെക്സ്റ്റ് അപ്ഗ്രേഡിങ്, അതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് സാറിനെ കാണാൻ പറ്റിയാലും സാറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പറ്റിയാലും താങ്ക് യു. എനിക്കും അതുപോലെ തന്നെ വലിയ സന്തോഷം നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തതിലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനുള്ള. തീർച്ചയായിട്ടും സാർ, താങ്ക് യു സോ മച്ച്. സക്സസ് പാത്തിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡോക്ടർ ആന്റണി തരകൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിന്ന് കേട്ടു. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. താങ്ക് യു.